വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന ഓവർസിയർ ഗ്രേഡ് 2 അതുപോലെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 വരുന്ന എക്സാമുകൾക്കായിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ MCQ സെക്ഷൻസ് ആണ്. മൊഡ്യൂൾ 1-ലെ, അതായത് മൊഡ്യൂൾ 1 പറയുമ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. വോൾട്ടേജ്, കറൻറ്റ്, അതുപോലെ എനർജി, പവർ, പിന്നെ എന്താണ് ഓംസ് ലോ, ക്രിച്ചോഫ്സ് ലോസ് ആയിട്ടുള്ള ക്രിച്ചോഫ് കറൻറ്റ് ലോ, വോൾട്ടേജ് ലോ, അതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു മൊഡ്യൂൾസിൽ വരുന്ന ടോപ്പിക് കവർ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. 10 മാർക്കാണ് ഈ മൊഡ്യൂളിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പമുള്ളത്, അതായത് എനർജി എന്താണ്, വർക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ഓംസ് ലോ എന്താണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ വോൾട്ടേജ് എന്താണ്, കറൻറ്റ് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ്, ഇതിൻ്റെയൊക്കെ യൂണിറ്റ്, ഇതൊക്കെയാണ് ഈ മൊഡ്യൂൾസിൽ മെയിനായിട്ട് വരുന്നത്. അതുപോലെ ക്രിച്ചോഫ് കറൻറ്റ് ലോ പ്രോബ്ലംസും ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, പവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിത് ഡിസ്കസ് ചെയ്ത് പോകാം. Question number 1. The instrument dash is used for detecting electric current is. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഏത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇലക്ട്രിക്കൽ കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ഗാൽവനോമീറ്റർ, ഓപ്ഷൻ ബി ട്യൂബ് ടെസ്റ്റർ, ഓപ്ഷൻ സി വോൾട്ട് മീറ്റർ, ഓപ്ഷൻ ഡി അമീറ്റർ. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് അല്ലേ, അമീറ്റർ ആണോ ഗാൽവനോമീറ്റർ ആണോ എന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് എന്താണ്, അമീറ്ററും ഗാൽവനോമീറ്ററും രണ്ടും എന്താണെന്നൊരു അല്ലേ, രണ്ടും എന്തുതന്നെയാണ്, ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്, ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്റ്റിംഗ് ഇലക്ട്രിക് കറണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്, ഡിറ്റക്റ്റിംഗ് ഇലക്ട്രിക് കറണ്ട് ആണ്, ഡിറ്റക്റ്റിംഗ് ആണ് നോക്കുക. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്ന് കാണുമ്പോൾ തന്നെ അമീറ്റർ കൊണ്ടുപോയി ടിക്ക് ചെയ്യാൻ ചാൻസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അല്ലേ. പക്ഷെ അതല്ല, അമീറ്റർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറണ്ടിനെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കാണിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക. അമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഷോ ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറന്റ് ആണ് അമീറ്റർ കാണിക്കുന്നത്. എന്നാൽ ഒരു ഗാൽവനോമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലോ അതിൻ്റെ ഡയറക്ഷനെയും മാഗ്നിറ്റ്യൂഡിനെയും കാണിക്കുന്നത് ആണ് എന്ത്, നമ്മുടെ ഗാൽവനോമീറ്റർ. അപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഇവിടെ ഏതാണ്, നമ്മുടെ ഗാൽവനോമീറ്റർ ആയിരിക്കും. ഏതാണ്, ഗാൽവനോമീറ്റർ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഗാൽവനോമീറ്റർ ആണെങ്കിൽ അതെന്താണ്, ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആണ്, ഓർത്ത് വെക്കുക കേട്ടോ. ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആണ്. അമീറ്റർ ആണെങ്കിൽ എന്താണ്, കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ അത് കാണിക്കുള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. Question number 2. What is the relationship between resistance and current? റെസിസ്റ്റൻസും കറൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഇത് ഓംസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് റിലേഷൻഷിപ്പ്? ഓപ്ഷൻ എ, ദേ ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ. ഓപ്ഷൻ ബി, ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ. ഓപ്ഷൻ സി, ദ റെസിസ്റ്റൻസ് ഹാസ് എ ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദാറ്റ് ദ കറൻറ്റ്. ഓപ്ഷൻ ഡി, ദ കറൻറ്റ് ഹാസ് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ റെസിസ്റ്റൻസ്. അപ്പോൾ എന്താണ് റിലേഷൻഷിപ്പ്? റെസിസ്റ്റൻസും കറൻറ്റും തമ്മിൽ അത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് അല്ലേ. ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ ആണ്. എന്താണ് റിലേഷൻഷിപ്പ് വരുന്നത്, റെസിസ്റ്റൻസിൻ്റെയും കറൻറ്റിൻ്റെയും അത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ഓംസ് ലോ അനുസരിച്ചിട്ട് എങ്ങനെയാണ് കറൻറ്റ്, വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ എല്ലാം റിലേഷൻ നമുക്ക് എന്തിൽ തന്നെയാണ് കിട്ടുന്നത്, ഓംസ് ലോ അനുസരിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഓംസ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്, വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ ആണ് അല്ലേ, വി ഈക്വൽ ടു ഐ ആർ, അതാണ് നമ്മുടെ ഓംസ് ലോ. സോ ഐ എന്ന് പറയുന്നത് എന്താണ്, വി ബൈ ആർ ആണ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ കറൻറ്റ് ആണ്, വി വോൾട്ടേജ് ആണ്, ആർ റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ബൈ ആർ ആണ്. അപ്പോൾ അതൊരു എങ്ങനെയാണ്, അപ്പോൾ ഐ എന്തുമായിട്ടാണ് റെസിസ്റ്റൻസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഐ ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് അല്ലേ. ഡയറക്ട്ലി ആണോ, ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ളത് എന്ത് മാത്രമാണ്, വോൾട്ടേജ് മാത്രമാണ്. ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് നമ്മുടെ എന്ത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ, ഒന്നുണ്ടോ? Question number 3. Two devices are connected between 2 points, say A and B, in parallel. The physical quantity that will remain the same between the 2 points is. എന്താണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, രണ്ട് ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് പോയിന്റ് ആയിട്ട് അല്ലേ. 2 devices are connected between 2 points. അതിന് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, എ ആൻഡ് ബി എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് വിൽ റിമെയിൻ ദ സെയിം ബിറ്റ്വീൻ ദ 2 points
ഏതായിരിക്കും എന്നാണ്. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്? ഓപ്ഷൻ എ കറന്റ്, ഓപ്ഷൻ ബി വോൾട്ടേജ്, ഓപ്ഷൻ സി റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. അപ്പോൾ നമുക്കറിയാം പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ഏതാണ് സെയിം ആവുന്നത്? പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ഏതാണ് സെയിം ആവുന്നത്? ഏത് പാരാമീറ്റർ ആണ് പാരലൽ കോമ്പിനേഷനിൽ സെയിം ആയിട്ട് വരുന്നത്? നമ്മുടെ വോൾട്ടേജ് ആണ് അല്ലേ. വോൾട്ടേജ് റിമെയിൻ സെയിം അക്രോസ് 2 പോയിന്റ്. ഏത് പാരാമീറ്റർ ആണ് പാരലൽ കോമ്പിനേഷനിൽ സെയിം ആവുന്നത്? നോക്കിയേ, ഇൻ പാരലൽ കോമ്പിനേഷൻ വോൾട്ടേജ് ആണ് സെയിം ആവുന്നത്. എന്നാൽ സീരീസ് കോമ്പിനേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഏതായിരിക്കും? കറന്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. സീരീസ് ആണെങ്കിൽ അതായതാണ് സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ്? കറന്റ് ആണ് എന്താവുന്നത്? സെയിം ആയി വരുന്നത്. കറന്റ് ആണ് സെയിം ആയി വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. Question number 4. Which of the following statement is not correct about power? പവറുമായിട്ട് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ പവറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് അല്ലാത്തതെന്നാണ്. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഓർ എനർജി ഈസ് കൺസ്യൂംഡ്. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓപ്ഷൻ സി, 1 horse power ഈസ് ഈക്വൽ ടു 746 kilowatt. ഓപ്ഷൻ ഡി, when work is done an equal amount of energy is consumed. അപ്പോൾ ബാക്കി നോക്കിയേ, എല്ലാം ഏകദേശം ഒരേ കറക്റ്റ് ആയിട്ടാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് വരുന്നത് അല്ലേ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ നോക്കി എങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് നോക്കി, ഇതെല്ലാം കറക്റ്റ് ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ? അത് പവർ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ ഇറ്റ് ഈസ് റൈറ്റ് അറ്റ് വിച്ച് വർക്ക് ഡൺ ഓർ എനർജി കൺസ്യൂംഡ് ആണ്. അതുപോലെ വെൻ വർക്ക് ഈസ് ഡൺ ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് എനർജി ഈസ് കൺസ്യൂംഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ 1 horse power ഈസ് ഈക്വൽ ടു എന്നാണ് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. 746 kilowatt എന്നാണ് തന്നിട്ടുള്ളത്. നോക്കുക, 746 kilowatt ആണ് തന്നിട്ടുള്ളത്. പക്ഷേ അത് കറക്റ്റ് ആണോ? അല്ല. എന്താണ്? വാട്ട്സ് ആണ്. 1 horse power എന്ന് പറയുന്നത്. കണ്ടോ, ചെറിയ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമുക്ക് എപ്പോഴും കണ്ടുവരാറുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ? എന്താണ് പവർ ഓഫ് എൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ടെൽ us റൈറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂം ഓർ ഡൂയിങ് വർക്ക് ബൈ ഇറ്റ് ആണ്. അതിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പവർ എന്താണ്? പവറിൻ്റെ യൂണിറ്റ് അനദർ യൂണിറ്റ് ഓഫ് പവർ അല്ലേ. ദർ ഈസ് ആൻ അനദർ യൂണിറ്റ് ഓഫ് പവർ, ദാറ്റ് ഈസ് ഹോഴ്സ് പവർ. 1 horse power എന്ന് പറഞ്ഞാൽ എത്രയാണ്? 746 watt ആണ്. നോക്കുക, 746 watts ആണ്. അല്ലെങ്കിൽ എന്താണ്? 0.75 kilowatt ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കറക്റ്റ് മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് എന്താണ്? 1 horse power ഈസ് ഈക്വൽ ടു 746 kilowatt. മിസ്റ്റേക്ക് ആണ്. അതെന്താണ്? വാട്ട് ആണ്. ഒരു ചെറിയൊരു പാരാമീറ്റർ അല്ലേ. അപ്പോൾ നോക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. Question number 5. A current of 5 amps is drawn by a filament of an electric bulb of 2 minutes. Find the amount of electric charge that flow through the circuit. എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു കറണ്ട് ഉണ്ട് അല്ലേ. അത് എത്രയാണ്? കറണ്ട് പറയുന്നത് 5 amps. കറണ്ട് എത്രയാണ്? 5 amps ആണ്. ഒരു ഇലക്ട്രിക്കൽ ബൾബിൽ എത്ര മിനിറ്റ് തന്നിട്ടുണ്ട്? ടൈം എത്രയാണ്? 2 minutes എന്നാണ് തന്നിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ചാർജ് അല്ലേ. എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ദാറ്റ് ഫ്ലോ ത്രൂ ദ സർക്യൂട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. ചാർജ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 300 coulombs, ഓപ്ഷൻ ബി 450 coulomb, ഓപ്ഷൻ സി 600 coulomb, ഓപ്ഷൻ ഡി 100 coulomb. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? കറണ്ട് തന്നിട്ടുണ്ട്. കറണ്ട് എത്രയാണ്? കറണ്ട് 5 amps എന്ന് കറണ്ട് തന്നിട്ടുണ്ട്. ടൈം വന്നിട്ട് എത്രയാണ്? 2 minutes ആണ്. മിനിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 120 എന്നാണ് സെക്കൻഡ് എന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ കണ്ടുപിടിക്കാൻ ചാർജ് കണ്ടുപിടിക്കാൻ Q ഈക്വൽ ടു എന്താണ് ഫോർമുല? ചാർജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? Q ഈക്വൽ ടു എന്താ ഫോർമുല? കറണ്ട് ഇൻറ്റു ടൈം ആണ് അല്ലേ. I ഇൻറ്റു ടി. I പറയുന്നത് എത്രയാണ്? 5 ആണ്. ടൈം പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ സെക്കൻഡ്സിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 120 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. 5 ഇൻറ്റു 120 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 600 coulombs എന്ന് കിട്ടും. എത്ര കിട്ടും നമുക്ക്? 600 coulombs ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. Question number 6. Choose the correct statement regarding Ohm's law. താഴത്തെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓംസ് ലോ റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താണ്? ഇറ്റ് ഈസ് വാലിഡ് ഫോർ എനി സർക്കംസ്റ്റൻസ് ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഓപ്ഷൻ ബി ഓംസ് ലോ ഈസ് വാലിഡ് ഫോർ ഓൾ കണ്ടക്ടിങ് മെറ്റീരിയൽ. ഓപ്ഷൻ സി ദ ടെമ്പറേച്ചർ മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ് ഫോർ വാലിഡേഷൻ ഓഫ് ദിസ് ലോ. ഓപ്ഷൻ ഡി ഓൾ ആർ റോങ്. അപ്പോൾ ഏതാണ് ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദ ടെമ്പറേച്ചർ must be constant for validation of this Ohm's law. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ മാത്രമേ അത് വാലിഡ് ആയിട്ട് വരുന്നുള്ളൂ അല്ലേ. ഏതിൽ മാത്രമേയാണ് അത് വാലിഡ് ചെയ്യുന്നത്? വാലിഡ് ഓൺലി ഫോർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. അതുപോലെ ഇഫ് യു ചേഞ്ച് ദ ടെമ്പറേച്ചർ then the resistance of the conductor will change and that will change the relation between current and potential difference ന്റെ ഇതിനും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം മനസ്സിലാവുന്നുണ്ട് ഓംസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ.
Question number 7. Find the potential difference in volt across a resistance of 2.5 kilo ohm through which a 2 milliamps current flow. Option A 5, option B 0.2, option C 1.25, option D 0.8. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? നമ്മുടെ വോൾട്ടേജ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ? എന്താണ്? വോൾട്ടേജ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്. റെസിസ്റ്റൻസ് എന്ത് തന്നിട്ടുണ്ട്? നമ്മൾ റെസിസ്റ്റൻസ് വന്നിട്ട് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? റെസിസ്റ്റൻസ് എന്ത് തന്നിട്ടുണ്ട്? 2.5 കിലോ ഓം ആണ്. കൺവേർട്ടഡ് എന്ത് ചെയ്യണം? ഓമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 2500 ഓം എന്ന് കിട്ടുകയും അല്ലേ? അതിൽ കറണ്ട് എന്ത് തന്നിട്ടുണ്ട്? 2 കറണ്ട് വന്നിട്ട് എന്താ? കറണ്ടിൻ്റെ ഇതെന്താണ്? I ഈക്വൽ ടു കറണ്ട് എന്താണെന്നുള്ള 2 മില്ലി ആംസ് ആണ് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.002 ആംസ് ആയി മാറി അല്ലേ? മില്ലി ആംസ്. ഇനി നമ്മുടെ അടുത്ത് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? വോൾട്ടേജ് ഈക്വൽ ടു അക്കോർഡിംഗ് ടു ഓംസ് ലോ V ഈക്വൽ ടു IR ആണ്. I നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? I എത്രയാണ്? 2. അപ്പോൾ 0.002 ഇൻറ്റു എത്രയാണ് R എന്ന് പറയുന്നത്? 2500 ഉണ്ട്. 2500 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ വോൾട്ടേജ് കിട്ടും. വോൾട്ടേജ് ഈക്വൽ ടു എത്രയാണ്? 5. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 5 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. Question number 8. When a potential difference is applied across an electrolyte, Ohm's law will be obeyed at. എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പൊട്ടൻഷ്യൽ വോൾട്ടേജ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് ഒരു ഇലക്ട്രോലൈറ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അപ്ലൈഡ് അക്രോസ് ആൻ ഇലക്ട്രോലൈറ്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഓംസ് ലോ എങ്ങനെയാണ് ഒബേ ചെയ്യുന്നത്? ഓപ്ഷൻ എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ഓപ്ഷൻ ബി ലോവർ പൊട്ടൻഷ്യൽ, ഓപ്ഷൻ സി സീറോ പൊട്ടൻഷ്യൽ, ഓപ്ഷൻ ഡി ഹയർ പൊട്ടൻഷ്യൽ അല്ലേ? അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ അയോൺസ് അല്ലേ? അതിൽ എന്തുണ്ടാവും? ഫ്രീ അയോൺസ് ഉണ്ടാകും. സോ വെൻ പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ്, അതിൽ കുറേ ഫ്രീ അയോൺസ് ഉണ്ടാകും. നമ്മൾ എന്താ പറയുക, ബാറ്ററീസ് ഒക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ ഫ്രീ ഇലക്ട്രോൺസ്, അയോൺസ് ഉള്ളതാണ് എന്ത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ആ ദ അയോൺ ഇൻ ദം സ്റ്റാർട്ട് ടു ഡിസ്ലൊക്കേറ്റ് ആവും അല്ലേ? ലൊക്കേറ്റ് ചെയ്ത പ്ലേസിന് അത് വേറെ ലൊക്കേറ്റിലേക്ക് മാറിപ്പോകും. സോ ദ മൂവ്മെന്റ് ഓഫ് ദിസ് അയോൺ പ്രോസസ് എന്താണ് അവിടെ ഉണ്ടാവുന്നത്? ആ മൂവ്മെന്റിൽ എന്താണ് ഉണ്ടാവുന്നത്? ഇലക്ട്രിക് കറന്റ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. അങ്ങനെയാണ് നമുക്ക് എന്താണ് ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് അല്ലേ? സോ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദ നമ്പർ ഓഫ് ഡിസ്ലൊക്കേറ്റഡ് അയോണും എന്ത് സംഭവിക്കും? വോൾട്ടേജ് കൂടുന്തോറും ആ അയോണിൻ്റെ ഡിസ്ലൊക്കേഷൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? സോ ദിസ് കണ്ടിന്യൂസ് അണ്ടിൽ നോ മോർ ഡിസ്ലൊക്കേഷൻ ക്യാൻ ഓക്കർ ആൻഡ് ദ വോൾട്ടേജ് വിൽ ബി ദ ഹയസ്റ്റ് വോൾട്ടേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ എന്തായിട്ടാണ്? കണ്ടക്ടർ അല്ലേ? ഇലക്ട്രോൺ നൗ ബിഹേവ് ആസ് എ കണ്ടക്ടർ ആൻഡ് ദസ് ഒബേ ഓംസ് ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ഹയർ പൊട്ടൻഷ്യൽ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 9. The resistivity of a current carrying conductor wire is P. If the wire is doubled in length and its area of cross section is reduced by half, the new resistivity is. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു റെസിസ്റ്റിവിറ്റി ഓഫ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലെ വയറിലുള്ള റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് P ആണെങ്കിൽ അതിൻ്റെ വയർ ഡബിൾ ഇൻ ലെങ്ത്, വയർ ലെങ്ത് കൂടുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ബൈ ഹാഫ് ആകുകയാണെങ്കിൽ അതിലെ ന്യൂ റെസിസ്റ്റിവിറ്റി വാല്യൂ എന്താണ്? നമുക്ക് ഫോർമുല അറിയാം അല്ലേ? റെസിസ്റ്റിവിറ്റി R ഈക്വൽ ടു എന്താണ്? റോ എൽ ബൈ എ അല്ലേ? ആ ഫോർമുല അനുസരിച്ചിട്ട് അതിൻ്റെ വയർ ലെങ്ത് വന്നിട്ട് ഡബിൾ 2L ആവുകയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് ഏരിയ വന്നിട്ട് 1/2A ആകുകയാണെങ്കിൽ അതിൻ്റെ ന്യൂ റെസിസ്റ്റിവിറ്റി വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഹാഫ് ദാറ്റ് ഓഫ് ദ ഓൾഡ് വാല്യൂ, ഓപ്ഷൻ ബി സെയിം ആസ് ദ ഓൾഡ് വാല്യൂ, ഓപ്ഷൻ സി ഡബിൾ ദാറ്റ് ഓഫ് ദി ഓൾഡ് വാല്യൂ, ഓപ്ഷൻ ഡി 4 ടൈംസ് ദാറ്റ് ഓഫ് ദി ഓൾഡ് വാല്യൂ. എന്തായിരിക്കും? സെയിം ആസ് ദി ഓൾഡ് വാല്യൂ തന്നെയായിരിക്കും കേട്ടോ. എന്തായിരിക്കും? സെയിം ആസ് ദി ഓൾഡ് വാല്യൂ ആണ് ആവുന്നത്. അതായത് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഒരിക്കലും ചേഞ്ച് ആവില്ല, റിമെയിൻസ് സെയിം. അപ്പോൾ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്ത് ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ വയർ. സോ ഇഫ് ദ മെറ്റീരിയൽ ആട്രിബ്യൂട്ട് റാദർ ദാൻ എ ഡയമെൻഷണൽ വൺ ആണെങ്കിൽ എന്താണ്? ദ റെസിസ്റ്റൻസ് വിൽ ചേഞ്ച് ബട്ട് റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? അതേപോലെ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത്ര എന്തായിരിക്കും? സെയിം ആസ് ദ ഓൾഡ് വാല്യൂ തന്നെയാണ് വരുന്നത്. Question number 10. In a dash circuit, compounds are connected across common point to form multiple path series parallel electrical series parallel. അപ്പോൾ ഏതാണ് വരുന്നത്? In a dash circuit, components are connected across common point to a multiple path series parallel electric series parallel എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. ഓപ്ഷൻ എ സീരീസ്, ഓപ്ഷൻ ബി പാരലൽ, ഓപ്ഷൻ സി ഇലക്ട്രിക്, ഓപ്ഷൻ ഡി സീരീസ് പാരലൽ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? പാരലൽ സർക്യൂട്ട് ആണ് കേട്ടോ. അപ്പോൾ ഒരു എന്താണ് പാരലൽ സർക്യൂട്ട് കോമ്പോണൻറ്റ്
ആണ് നമ്മൾ എങ്ങനെ ഒരു കോമൺ പോയിന്റിൽ നിന്ന് മൾട്ടിപ്പിൾ പാത്ത് അല്ലേ സീരീസ് പാരലൽ ആയിട്ടോ അതുപോലെ ഇലക്ട്രിക് സീരീസ് പാരലൽ ആയിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത് അല്ലേ അങ്ങനെയല്ല ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് വേണ്ട അതായത് ഇത് ക്വസ്റ്റ്യൻസ് വേണ്ട ഇത് ഇതിനകത്തില്ല കേട്ടോ അതായത് ഇൻ എ ഡാഷ് സർക്യൂട്ട് കോമ്പോണൻസ് ആർ കണക്റ്റഡ് അക്രോസ് കോമൺ പോയിന്റ് ടു ഫോം മൾട്ടിപ്പിൾ പാത്ത് ഇത്രയേ ഉള്ളൂ ഇതല്ല ഇത് വേണ്ട നമുക്ക് മൾട്ടിപ്പിൾ പാത്ത് ഏതൊക്കെയാണ് മൾട്ടിപ്പിൾ പാത്ത് ആയിട്ട് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇൻ എ ഡാഷ് സർക്യൂട്ട് ഏത് കോമ്പോണൻ്റ് ആണ് കണക്റ്റഡ് അക്രോസ് കോമൺ പോയിന്റ് ടു ഫോം മൾട്ടിപ്പിൾ പാത്ത് ഏതാണെന്നാണ് അപ്പോൾ അത് ഏതാണ് പാരലൽ സർക്യൂട്ടാണ് കേട്ടോ ഞാൻ സീരീസ് സർക്യൂട്ടിന് പാരലൽ സർക്യൂട്ടിന് സർക്യൂട്ട് താഴെ തന്നിട്ടുണ്ട് ഗ്ലോ ചെയ്യുന്ന പോയിന്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കേട്ടോ ഞാൻ നോക്കിക്കേ ഈ ഒരു ഡയഗ്രാം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് അപ്പോൾ സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ എന്താണ് നടക്കുന്നത് സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ എന്താണ് ഒരു സീരീസ് സർക്യൂട്ടിൽ കോമ്പോണൻസ് ആർ കണക്റ്റഡ് വൺ ആഫ്റ്റർ ദി അതർ ഇൻ എ സിംഗിൾ പാത്ത് ആയിരിക്കും അല്ലേ അതുപോലെ ഇത് സെയിം കറണ്ട് അതിൽ എന്താണ് കറണ്ട് സെയിം ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ സീരീസ് ആണെങ്കിൽ ആ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ സെയിം ആയിരിക്കും ഓരോ കോമ്പൗണ്ടിലും കറണ്ട് എങ്ങനെയായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻ്റെ സർക്യൂട്ട് എന്ത് ചെയ്യും സ്റ്റോപ്പ് ചെയ്യും അല്ലേ എന്നാൽ പാരലൽ സർക്യൂട്ടിൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ പാത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും മൾട്ടിപ്പിൾ പാത്തിൽ അതിന് ഓരോ കോമ്പോണൻസിനും അതിൻ്റെതായ ബ്രാഞ്ച് ഉണ്ട് അത് ഏതെങ്കിലും ഒരു കോമ്പോണൻസിനും എന്താണ് പറയുക ഫാൾട്ട് ഉണ്ടാവുക എന്തെങ്കിലും ചെയ്താൽ കൂടി അതെന്തെങ്കിലും വേറെ ബ്രാഞ്ച് യൂസ് ചെയ്ത് അതെന്ത് ചെയ്യും അതിൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യും അതാണ് പാരലൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകത അപ്പോൾ എന്താണ് ഇനി ഡാഷ് സർക്യൂട്ട് കോമ്പോണൻസ് ആർ കണക്റ്റഡ് അക്രോസ് കോമൺ പോയിന്റ് ടു ഫോം മൾട്ടിപ്പിൾ പാത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വരുന്നത് അത് പാരലൽ സർക്യൂട്ട്സ് ആണ് ഓക്കെ Question number 11. If three resistance 5 ohm, 6 ohm and 8 ohm are connected in series, the effective resistance is വളരെ സിമ്പിൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഏതാണ് മൂന്ന് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും എന്നാണ് ഓപ്ഷൻ എ 24 ഓം ഓപ്ഷൻ ബി 240 ഓം ഓപ്ഷൻ സി 7 ഓം ഓപ്ഷൻ ഡി 19 ഓം അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയാണ് മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ റെസിസ്റ്റൻസ് 1 റെസിസ്റ്റൻസ് 2 റെസിസ്റ്റൻസ് 3 പറയുമ്പോൾ 5 ഓം 6 ഓം 8 ഓം ആണ് അതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് കൂടി നമ്മൾ നോക്കണം എങ്ങനെയായിരിക്കും അതിൻ്റെ കണക്ഷൻ വരിക നമ്മൾ വരയ്ക്കുമ്പോൾ 3 ഓമും സീരീസ് ആയിട്ടായിരിക്കും ഇങ്ങനെയായിരിക്കും അതിൻ്റെ കണക്ഷൻ വരിക അല്ലേ ഇങ്ങനെയായിരിക്കും അതിൻ്റെ എന്ത് പറയുക കണക്ഷൻ വരുന്നത് ഇതായിരിക്കും അതിൻ്റെ കണക്ഷൻ വരുന്നത് അതായത് 5 പിന്നെ എത്രയാണ് 6 അതുപോലെ തന്നെ എന്താണ് 8 അങ്ങനെ 3 ഓം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് എല്ലാം ആഡ് ചെയ്യല്ലേ R1 പ്ലസ് R2 പ്ലസ് R3 നമ്മളെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും 5 പ്ലസ് 6 പ്ലസ് 8 അല്ലേ 5 പ്ലസ് 6 പ്ലസ് 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 19 ഓം എന്ന് കിട്ടും എന്ത് കിട്ടും 19 ഓം എന്ന് കിട്ടും അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് Question number 12. In above shown circuit, there are three resistance 3 ohm, 6 ohm and 4 ohm. Resistance are connected as shown in the figure. Find the current through the 4 ohm resistor. ഇതെന്താ ചോദിച്ചിട്ടുള്ളത് മൂന്ന് റെസിസ്റ്റർ ഉണ്ട് അല്ലേ നമ്മൾ സർക്യൂട്ട് കാണുന്നുണ്ടോ ഏതാണ് 3 ohm 6 ohm രണ്ടും എന്താണ് പാരലലായി കണക്ട് ചെയ്യുന്നു 4 ohm എന്താണ് സീരീസ് ആയി കണക്ട് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ ദ ഫിഗർ ഫൈൻഡ് ദ കറന്റ് ത്രൂ ഈ 4 ഓമിൽ കൂടെ പാസ് ചെയ്യുന്ന കറന്റ് ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഓപ്ഷൻ A 4 amps, option B 6 amps, option C 3 amps, option D 2 amps. അപ്പോൾ ഈ 4 ഓമിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അപ്പോൾ എന്താണ് ആദ്യം അത് ഈ ഒരു ഇതെടുക്കുക ഈ ഒരു കേസിൽ പാരലലായി കണക്ട് ചെയ്തിട്ടുള്ളത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക അതായത് 3 ഓമും 6 ഓമും കൂടി അത് രണ്ടും പാരലലാണ് നമുക്കറിയാലോ അപ്പോൾ അത് അതിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് വന്നിട്ട് എങ്ങനെയായിരിക്കും 3 × 6 ബൈ എന്താണ് 3 + 6 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 2 ഓം എന്ന് കിട്ടും അല്ലേ എന്ത് കിട്ടും 2 ഓം എന്ന് കിട്ടും അപ്പോൾ ഇവിടെ എന്താണ് ഇങ്ങനെയായി നമ്മുടെ സർക്യൂട്ട് എങ്ങനെയായി മാറുകയാണ് ഇവിടെ ഒരു റെസിസ്റ്റർ ഇവിടെ ഒരു സപ്ലൈ ആയി അല്ലേ സപ്ലൈ കൊടുക്കുന്നു സപ്ലൈ വന്നിട്ട് എത്രയാണ് 24 വോൾട്ട് ആണ് സപ്ലൈ കൊടുത്തിട്ടുള്ളത് ഇവിടെ 2 ഓം ഉണ്ട് ഇവിടെ എന്താണ് 4 ഓം ഉണ്ട് അപ്പോൾ രണ്ടും എന്താണ് ഇതെന്ത് കണക്ഷനാണ് സീരീസ് കണക്ഷൻ ആണ് അല്ലേ ടോട്ടൽ റെസിസ്റ്റൻസ് വാല്യൂ വന്നിട്ട് എങ്ങനെയാണ് സീരീസ് കണക്ഷൻ ആകുമ്പോൾ എങ്ങനെയാണ് R1 പ്ലസ് R2 അല്ലേ R1 പ്ലസ് R2 പറയുമ്പോൾ 2 + 4 എന്ന് പറയുന്നത് എത്രയാണ് 6 കിട്ടി അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് വാല്യൂ ഇവിടെ എന്താണ് 6 ഓം ആണ് അല്ലേ അപ്പോൾ നമുക്ക് നിന്ന് I കണ്ടുപിടിച്ചൂടെ I കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും I = V/R equivalent ഇതാണ് നമ്മുടെ ഫോർമുല I = V/R equivalent ആവുമ്പോൾ എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത് I = വോൾട്ടേജ് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി വോൾട്ടേജ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് എത്രയാണ് 24 / R equivalent 6 ആണ് അല്ലേ 24/6 എന്ന് പറയുന്നത് എത്രയാണ് 4
4 amps ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വന്നിട്ട് ഏതാണ്? 4 amps ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് എത്രയാണ്? 4 amps ആയിരിക്കും. ഓക്കെ, next question number 13. Kirchhoff's law for electrical circuit are based on the conservation of Kirchhoff's law. Electrical circuit നമ്മൾ പഠിച്ചിട്ടുണ്ട്. Kirchhoff current law ഉണ്ട്, അതുപോലെ Kirchhoff's voltage law ഉണ്ട് അല്ലേ? അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? based on the conservation of എന്താണ്? ഓപ്ഷൻ എ mass and charge, ഓപ്ഷൻ ബി energy and charge, ഓപ്ഷൻ സി momentum and charge, ഓപ്ഷൻ ഡി more than one of the above. ഏതാണ് Kirchhoff's law റിലേറ്റഡ് ആയിട്ട് വരുന്നത്? energy and charge ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. energy and charge റിലേറ്റഡ് ആയിട്ടാണ് അത് വരുന്നത്. Question number 40. Consider the following statement. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് അതിൻ്റെ കറക്റ്റ് എന്നാണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? Kirchhoff's voltage law is based on Kirchhoff's second law എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്? Kirchhoff's second law represent the conservation of energy. സെക്കൻഡ് ലോ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കൺസർവേഷൻ ഓഫ് എനർജി ആണെന്നാണ്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് നോക്കാം. ഓൺലി 1, ഓപ്ഷൻ ബി ഓൺലി 2, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി നെയ്തർ 1 or 2. അപ്പോൾ ഏതാണ് കറക്റ്റ്? ബോത്ത് 1 and 2. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് Kirchhoff സെക്കൻഡ് ലോ ഇനി എന്താണ് നമ്മൾ പറയുന്നത്? ലൂപ്പ് റൂൾ അല്ലെങ്കിൽ എന്താണ്? വോൾട്ടേജ് ലോ, KVL എന്ന് പറയും. അതാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അല്ലേ? Kirchhoff സെക്കൻഡ് ലോയിന് നമ്മൾ എന്താണ് പറയുന്നത്? ലൂപ്പ് റൂൾ അല്ലെങ്കിൽ എന്താണ്? KVL എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്? Kirchhoff സെക്കൻഡ് ലോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കൺസർവേഷൻ ഓഫ് എനർജീനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? അതായത് if the sum of potential charge around a closed loop is not zero, unlimited energy could be gained by repeatedly carrying a charges around a loop ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 15. According to Kirchhoff's voltage law, the algebraic sum of voltage around a closed loop in a circuit must be. എങ്ങനെയായിരിക്കും? നമ്മുടെ KVL അനുസരിച്ചിട്ട് algebraic sum of voltage around a closed loop must be equal to എന്താണ് അവിടെ? അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. KVLന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് അല്ലേ? അതിൻ്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി നെഗറ്റീവ്, ഓപ്ഷൻ സി അൺനോൺ, ഓപ്ഷൻ ഡി പോസിറ്റീവ്. അപ്പോൾ എന്താണ് Kirchhoff വോൾട്ടേജ് ലോ എന്തിനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? The algebraic sum of the voltage around a closed loop in a circuit must be എന്തായിരിക്കും അവിടെ? 0 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആൻസർ. എന്തായിരിക്കും? 0 ആയിരിക്കും. മസ്റ്റ് ബി 0. ആ സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നിട്ടുള്ളതാണ് ക്വസ്റ്റ്യനിൽ കേട്ടോ. Question number 16. The algebraic sum of changes in potential around any closed loop must be 0. This statement represented dash loop rule. Loop rule എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? Kirchhoff'sൻ്റെയാണ് അല്ലേ? അത് algebraic sum of change in potential around any closed loop must be 0 എന്ന് പറഞ്ഞാൽ എന്താണ്? KVL ആണ് അത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആംബിയേഴ്സ് ലൂപ്പ് റൂൾ, ഓപ്ഷൻ ബി Kirchhoff's ലൂപ്പ് റൂൾ, ഓപ്ഷൻ സി ലോറൻസ് ലൂപ്പ് റൂൾ, ഓപ്ഷൻ ഡി ബയോ-സവാർട്ട്സ് ലൂപ്പ് റൂൾ. ഏതാണ്? നമ്മുടെ Kirchhoff'ൻ്റെയാണ് അല്ലേ? അതായത് algebraic sum of change in potential around any closed loop must be എന്തായിരിക്കണം? 0. ഇതെന്തിനെയാണ്? Kirchhoff ലൂപ്പ് റൂൾ ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്, ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. Question number 17. What will be the energy consumption of 2 300 watt bulb, 300 watt fan and 1200 watt refrigerator for continuous operation of 13 hours? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഓപ്ഷൻ എ 54 കിലോവാട്ട് അവർ, ഓപ്ഷൻ ബി 60 കിലോവാട്ട് അവർ, ഓപ്ഷൻ സി 63 കിലോവാട്ട് അവർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് നോക്കിയേ? എത്ര എനർജി കൺസപ്ഷൻ ചെയ്യുന്നുണ്ട്? എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല? പവർ ഇൻറ്റു ടൈം. എന്താണ്? പവർ ഇൻറ്റു ടൈം വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 300 വാട്ട് ഉണ്ട് അല്ലേ? ഒരു എണ്ണത്തിന് എന്താ 2 300 വാട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 2 × 300 എന്ന് പറയുമ്പോൾ ബൾബ് എത്രയായി? ടോട്ടലി 600 വാട്ടായി അല്ലേ? 600 വാട്ട് ബൾബ് 600 വാട്ടാണ്. അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? അടുത്ത എന്താണ്? 3 × 100 വാട്ട് ഫാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രയായി? ഫാനിൻ്റെ കേസിൽ 300 വാട്ട് പവർ കൺസ്യൂം ചെയ്തു. പിന്നെന്താണ്? ഒരു റെഫ്രിജറേറ്റർ ഉണ്ട്. അപ്പോൾ 1 × എത്രയാണ്? 1200 എന്ന് പറയുമ്പോൾ 1200 വാട്ട് എന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ ടോട്ടൽ എന്താണ്? ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? P1 + P2 + P3 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 300 അല്ല, അവിടെ എന്താ വരുന്നത്? P1 +
P2 പ്ലസ് P3 P1 എന്ന് പറഞ്ഞാൽ 600 എന്ന് കിട്ടി അല്ലേ. P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 100 വാട്ട് 3 അല്ലേ 300 എന്ന് വരുന്നുണ്ട്. അതുപോലെ P3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1200. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 2100 വാട്ട് എന്ന് കിട്ടും. എത്രയാണ് 2100 വാട്ട് എന്ന് കിട്ടും. അതിനെ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് 2.1 കിലോ വാട്ട് എന്ന് കിട്ടും. കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2.1 കിലോ വാട്ട് എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ പവർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എത്രയാണ് 2.1 കിലോ വാട്ടാണ്. എന്നാൽ എന്ത് നമ്മൾ അവേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, ടൈം തന്നിട്ടുണ്ട്. എത്രയാണ് 30 അവേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. എത്രയാണ് 30 അവേഴ്സ് എന്ന് കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി കണ്ടുപിടിക്കാൻ എന്താണ് പവർ ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് 2.1 ഇൻറ്റു എത്രയാണ് ടൈം 30 അവേഴ്സ് ആണ്. സോ എന്ത് കിട്ടും നമുക്ക് 63 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. എന്ത് കിട്ടും 63 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. ഓക്കെ. Question number 80. A current of 2 amps flowing through a 24-volt car headlight bulb for 5 minutes. How much energy transfer occurred during this time? എത്ര എനർജി ട്രാൻസ്ഫർ നടക്കുന്നതെന്നാണ്. അപ്പോൾ കറണ്ട് എന്ത് തന്നിട്ടുണ്ട് 2 ആംപ്സ് തന്നിട്ടുണ്ട്. എത്രയാണ് വോൾട്ടേജ് 24 വോൾട്ട് ആണ്. അതിൻ്റെ ബൾബ് എത്രയാണ് 5 മിനിറ്റ് ടൈമിംഗ് തന്നിട്ടുണ്ട് 5 മിനിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര എനർജി ട്രാൻസ്ഫർ നടക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ 14,400 ജൂൾ, ഓപ്ഷൻ ബി 10,800 ജൂൾ, ഓപ്ഷൻ സി 4,200 ജൂൾ, ഓപ്ഷൻ ഡി 43,200 ജൂൾ. അപ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എത്രയാണ്? കറണ്ട് എത്രയാണ് 2 ആംപ്സ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 24 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ് മിനിറ്റ്സിലാണ്. അപ്പോൾ 5 ഇൻറ്റു സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 60ലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് 300 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എനർജി ട്രാൻസ്ഫർ അല്ലേ ഒക്കെ ഡ്യൂറിങ് ദിസ് ടൈം എന്ന് പറയുന്ന ഫോമുല എന്താണ് VIT. ആ ഒരു ഫോമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വോൾട്ടേജിൻ്റെ എത്രയാണ് 24. എത്രയാണ് വോൾട്ടേജ് 24 ഇൻറ്റു എത്രയാണ് കറണ്ട് 2 ഇൻറ്റു 300 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ 14,400 ജൂൾ എന്ന് കിട്ടും. 14,400 ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചെറിയ ചെറിയ ഫോർമുലാസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 90. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ ആംബിയർ. 1 ആംബിയർ ഈസ് ഡിഫൈൻഡ് ആസ്. നമുക്കറിയാം ഇലക്ട്രിക് കറന്റിൻ്റെ യൂണിറ്റ് എന്താണ് ആംബിയർ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ 1 ആംബിയർ ഈസ് ഡിഫൈൻഡ് ആസ്. 1 ആംബിയർ എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ എന്താണ് ചാർജ് പാസിംഗ് പെർ മിനിറ്റ്, ഓപ്ഷൻ ബി 1 കൊളൂംബ് ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്, ഓപ്ഷൻ സി 2 column of charge flowing per second, option D charge per second. അപ്പോൾ എന്താണ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് Q equal to 1 coulomb അല്ലേ, T equal to 1 second, I equal to 1 ampere, and thus 1 ampere എന്ന് പറഞ്ഞാൽ എന്താണ് 1 coulomb per second ആണ് അല്ലേ, 1 coulomb per second ആണ് എന്താ 1 ampere എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മളടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതും. 1 ampere എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് 1 coulomb of charge flowing per second ആണ് എന്ത് പറയുന്നത് 1 ampere ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. Question number 20. If 2 ampere current flows for 5 minutes, the amount of charge across the cross section of a conductor will be. എന്താ ചോദിച്ചിട്ടുള്ളത് 2 ampere current വന്നിട്ട് എത്രയാണ് 2 ampere ആണ്, ടൈം വന്നിട്ട് 5 മിനിറ്റ് ആണ്. അപ്പോൾ amount of charge crosses the cross section of a conductor ആണ്. ഓപ്ഷൻ എ 10 coulomb, ഓപ്ഷൻ ബി 2.5 coulomb, ഓപ്ഷൻ സി 150 coulomb, ഓപ്ഷൻ ഡി 600 coulomb. എന്താണ് കറക്റ്റ് ആൻസർ വരുന്ന ചാർജ് കറണ്ട് എന്താണ് കറണ്ടിൻ്റെ ഫോമുല നമുക്കറിയാം I equal to എന്താണ് Q by T ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള Q ആണ്, Q equal to എന്താണ് IT ആണ് നമുക്കറിയാം. അപ്പോൾ അതിൽ എന്താണ് കറണ്ട് വന്നിട്ട് എത്രയാണ് 2 amps ആണ്, ടൈം വന്നിട്ട് എത്രയാണ് 300 ആണ് അല്ലേ. ടൈം വന്നിട്ട് എങ്ങനെയാണ് 300 ആയി 5 മിനിറ്റ്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് 5 ഇൻറ്റു 16 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് 300 കിട്ടും. വളരെ സിമ്പിളാണ്, കൺവേർഷൻ ചെയ്യുന്നതൊക്കെ നോക്കിക്കോളൂ. 5 ഇൻറ്റു 16 ചെയ്താൽ 300 ആണ്. അപ്പോൾ എന്താണ് ചാർജ് വന്നിട്ട് എത്രയാണ് 2 ഇൻറ്റു 300 വന്നാൽ എത്രയാണ് 600. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യരുത് 2 ഇൻറ്റു 5 10 വെച്ചിട്ട് ചെയ്യരുത്. എന്താണ് മിനിറ്റ്സിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ വാല്യൂ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്. പക്ഷേ പെട്ടെന്ന് നമ്മൾ എന്താണ് 10 കൊളൂംബൊക്കെ ചിലപ്പോൾ ടിക്ക് ചെയ്ത് പോകും. അതല്ല കറക്റ്റ് ആൻസർ ഏതാണ് 600 കൊളൂംസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ.
Question number 21. Electric current is a എന്ത് quantity ആണ് electric current എന്നാണ് ഓപ്ഷൻ എ സ്കേലാർ ക്വാണ്ടിറ്റി, ഓപ്ഷൻ ബി വെക്റ്റർ ക്വാണ്ടിറ്റി, ഓപ്ഷൻ ബി ബോത്ത് സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ബൈ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അതെന്താണ്? അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഫ്ലോ ഇൻ എ സ്കെയിലാർ ലോഗ് അഡീഷനിലാണ് അത് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് അത് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ. Question number 22. Direction of flow of electric current is from. എങ്ങനെയാണ് ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ എന്നാണ്. ഓപ്ഷൻ എ നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ, ഓപ്ഷൻ ബി പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ, ഓപ്ഷൻ സി ബോത്ത്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോയിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അത് പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ ആണ് അല്ലേ. നമ്മൾ ഇതൊക്കെ വരയ്ക്കും, സർക്യൂട്ട്സ് ഒക്കെ വരയ്ക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. സോ ദ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ കൺവെൻഷണൽ കറന്റ് കറസ്പോണ്ടിങ് ടു ദ ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് ചാർജ് വിച്ച് ഈസ് ഫ്രം എങ്ങനെയാണ്? ഹയർ പൊട്ടൻഷ്യൽ. അതായത് ഹയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ടു ലോവർ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഇലക്ട്രിക് കറന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് വിച്ച് ഈസ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. Therefore the direction of electric current is opposite that of a convention current എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. Question number 23. The potential difference required to pass 4 amp current through a 24 ohm resistor will be. Problem ആണ് അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഓപ്ഷൻ എ 96 വോൾട്ട്, ഓപ്ഷൻ ബി 48 വോൾട്ട്, ഓപ്ഷൻ സി 6 വോൾട്ട്, ഓപ്ഷൻ ഡി 1.5 വോൾട്ട്. എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? കറണ്ട് ഉണ്ട്. ഐ എത്രയാണ്? 4 ആംപ്സ് ആണ്. കറണ്ട് ഉണ്ട്. റെസിസ്റ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 24 ഓം ഉണ്ട് അല്ലേ. റെസിസ്റ്റർ പറഞ്ഞാൽ 24 ഓം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അക്കോർഡിംഗ് ടു ഓംസ് ലോ വി ഈക്വൽ ടു എന്താണ്? വി ഈക്വൽ ടു എന്താണ്? ഐ ആർ. രണ്ടും എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. അതായത് 24 × 4 ചെയ്താൽ മതി. ഇങ്ങനെയാണ് 24 × 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് 96 വോൾട്ട് എന്ന് കിട്ടും. എത്രയാണ്? 96 വോൾട്ട് എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 24. A charge Q is moved from point A, B to A via two path 1 and 2. The work done by the path 1 and path 2 are W1 and W2 respectively. Which one of the following relation is correct? ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ്? ഒരു ചാർജ് Q ഉണ്ട്. അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? പോയിന്റ് B to A via two പാത്തിലൂടെയാണ്. അത് 1 and 2 എന്ന പാത്തിലൂടെയാണ് അത് മൂവ് ചെയ്യുന്നത്. എന്നാൽ ഇത് വർക്ക് ഡൺ ബൈ പാത്ത് 1 and path 2 are. വർക്ക് ഡൺ പറയുന്നത് എന്താണ്? അതിൻ്റെ W1 and W2 ആണെങ്കിൽ താഴെ തന്നിട്ടുള്ള ഏത് റിലേഷൻഷിപ്പ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ W1 ഈസ് ഗ്രേറ്റർ ദാൻ W2, ഓപ്ഷൻ ബി W1 ഈക്വൽ ടു W2, ഓപ്ഷൻ സി W1 ലെസ് ദാൻ W2, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ മൂവിംഗ് ഓഫ് യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ എൻ ഇലക്ട്രിക്കൽ ഫീൽഡ്. So is a potential difference between those points, and this work is done does not depend on the path of movement of charge എന്നാണ്. So the work done in moving a charge എന്ന് പറയുന്നതാണ് is independent of the path because the force acting on the charge in conservation in nature ആയതുകൊണ്ട്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് രണ്ടും ഈക്വൽ ആയിരിക്കും. W1 ഈക്വൽ ടു W2 ആയിരിക്കും കേട്ടോ. Question number 25. Which physical quantity has kWh as a unit as its unit? അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കിലോ വാട്ട് അവറിൻ്റെ യൂണിറ്റ്? വളരെ സിമ്പിൾ. സാധാരണ എന്താ ചോദിക്കുക? തന്നിട്ട് ഏതാണ് യൂണിറ്റ് ആണെന്ന് ചോദിക്കുക അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് ആയിട്ട് അല്ലേ. ഏതാണ് കിലോ വാട്ട് അവറിൻ്റെ യൂണിറ്റ്? ഓപ്ഷൻ എ ഫോഴ്സ്, ഓപ്ഷൻ ബി മൊമെൻറ്റം, ഓപ്ഷൻ സി എനർജി, ഓപ്ഷൻ ബി പവർ. എനർജിയുടെ യൂണിറ്റ് ആണ് എന്ത്? കിലോ വാട്ട് അവർ അല്ലേ. വളരെ സിമ്പിൾ. അപ്പോൾ ഒരു 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 kilowatt load work for 1 hour, then the energy consumed is called 1 unit of electricity എന്ന് പറയുന്നത്. അപ്പോൾ 1 unit of electricity എന്ന് പറയുന്നത് 1 kilowatt hour ആണ്. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 watt hour ആവും. അതിന് ഈക്വൽ എന്താണ്? 3.6 × 10⁻6 ജൂൾ ആണ് കേട്ടോ. 10⁻6 ജൂൾ ആണ് വരേണ്ടത്. ഓക്കെ. സോ 1 kilowatt hour എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 watt ആണ്. സോ kilowatt hour എന്തിൻ്റെ യൂണിറ്റ് ആണ്? നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് ആണ്. ഇത്രയും ഈ വാല്യൂസ് ഒക്കെ നോക്കി വയ്ക്കുക. ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടൈം നമ്മുടെ ഡെമോൺസ്ട്രേറ്ററിൻ്റെ എക്സാമിന് വന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും വാട്ടാണോ, കിലോ വാട്ടാണോ, പവർ ആണോ, നെഗറ്റീവ് ഉണ്ടോ, ഇങ്ങനെയുള്ള ഓരോ വാല്യൂസും നമ്മൾ നോക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെയാണ് ഇപ്പോൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ഓരോ പവേഴ്സിൻ്റെ വാല്യൂ നെഗറ്റീവ് സൈൻ ചോദിച്ചിട്ടും അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് വെച്ചിട്ടാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നോക്കി പോവുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.